വ്യത്യാസം എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പണ്ടൊക്കെ ടേപ്പ് വെച്ച് ഇങ്ങനെ അളക്കും. ഇപ്പോൾ അതില്ല. അതിൽ ക്യാമറയിൽ തന്നെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലാതെ പിന്നെ ഒരുപാട് ടെക്നിക്കലായിട്ട് ഒരുപാട് വളർന്നു. പിന്നെ ഞങ്ങളുടെ കാലത്തൊക്കെ കുറച്ച് ഓവർ ആക്ടിങ് ആയിരുന്നു. ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഡയറക്ടേഴ്സിന് അത് വേണമായിരുന്നു. കാരണം അന്നത്തെ ഡയറക്ടേഴ്സൊക്കെ ഈ നാടകത്തിൽ നിന്ന് വന്നവരായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, പിന്നെ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ നാടകമാണ് സിനിമയാക്കിയത്. അപ്പോൾ നാടകം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയുക, ഈ ഫ്രണ്ടിലുള്ളവർക്കൊക്കെ നമുക്ക് ശരിക്കല്ല കാണാം. ലാസ്റ്റിൽ ഒരു അപ്പുറത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറത്തും കൂടെ ആൾക്കാരുണ്ടാവും. അവരുടെ നമ്മൾ അഭിനയിക്കുന്ന അവർക്ക് വരയ്ക്കും കാണണം. അപ്പോൾ കരയണം, ചിരിക്കണം, ഒരുപാട് ചിരിക്കണം, ഒരുപാട് എക്സ്പ്രഷൻ കൊടുക്കണം നമ്മൾ. പിന്നെ മേക്കപ്പ് ആണെങ്കിൽ ശരി, ഒരുപാട് വേറെ ടൈപ്പായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾക്ക് അറിയില്ല, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ പഴയ ആൾക്കാരെ കണ്ട് അയ്യോ പഴയ ടെക്നിക്ക് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുമായിരിക്കും ഇപ്പോൾ ഉള്ള ജനറേഷനിലുള്ളവർ. പക്ഷേ ഇനി ഒരു 20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളെ കണ്ട് അടുത്ത ജനറേഷൻ ചിരിക്കും. ഈ ബാക്കി ഇനി സിനിമാ ചോദ്യങ്ങളൊക്കെ ചോദിക്കണതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം, ഇപ്പോൾ ഷീലാമ്മയെ കാണുമ്പോൾ ഇപ്പോൾ ചിലരെ നമ്മൾ സ്ക്രീനിൽ കാണും, പിന്നെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇപ്പം എനിക്ക് കാണുമ്പോണ്ടല്ലോ എന്തൊരു രസമുള്ള ഒരു ഓറയാണ് ആക്ച്വലി ഷീലാമ്മ വന്നിരിക്കണ സമയത്ത്. ഭംഗി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അയ്യോ അപ്പം കാണുന്ന പോലെ എന്ന് തന്നെ തോന്നിപ്പോ. എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ? അതൊരു ഒരു സാധാരണ ഒരു കുട്ടി ചോദിക്കണ ഒരു ചോദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് എന്നെ മറുപടി അറിയില്ല കേട്ടോ. എന്താ എനിക്കറിയില്ല എന്താണെന്ന്. എല്ലാവരും നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യുക, കുറച്ച് പ്രാണായാമം ചെയ്യും, യോഗ ചെയ്യും. ഇത് മാത്രമല്ല നമ്മുടെ മനസ്സും നന്നായിരിക്കണം. വി ഷുഡ് ബി എപ്പോൾ നമ്മുടെ അകത്ത് ഒരു കുട്ടിത്വം ഉണ്ടാവണം. ഓ ഞാൻ വലിയ ആളാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആരോടും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ വേഗം നരച്ച് മുതുക്കിയായി വീട്ടിലിരിക്കേണ്ടി വരും. ഐ എം ഓൾവേസ് ഫ്രീ. എല്ലാവരോടും സംസാരിക്കും. എല്ലാവരും എനിക്ക് വേണം. ഈ കാണുന്ന ഈ ലോകം മുഴുവനും സന്തോഷമാണെന്ന് തോന്നുന്നു എനിക്ക്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഓ ടുഡേസ് ഡേ വിൽ ഗോയിങ് ടു ബി എ വെരി ബ്യൂട്ടിഫുൾ ഡേ. നല്ല ദിവസമായിരിക്കും. ഞാൻ മാത്രം, എല്ലാവരും അതുപോലെ വിചാരിക്കണം. നല്ലൊരു ദിവസമായിരിക്കും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ. ഓ എന്താണ് അങ്ങനെയൊന്നും എഴുന്നേൽക്കാൻ പാടില്ല. എഴുന്നേറ്റിരുന്നോ ഓ ഇന്നത്തെ ഡേ നല്ല ഡേ ആണ്, നല്ലൊരു ദിവസമാണെന്ന്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാം സന്തോഷമായിരിക്കും. ഒരാൾ പോലും ഞാൻ വഴക്കുണ്ടാക്കില്ല. ഒരാൾ പോലും ഞാൻ എന്നെ കണ്ട് വെറുക്കുന്ന പോലെ ഞാൻ ചെയ്യത്തില്ല. ഇന്നൊരു ചെറിയ ധർമ്മമെങ്കിലും ഞാൻ ചെയ്യും. ഒരു ചെറിയ എന്നെ കൊണ്ട് ആവുന്നത്. ഞാൻ ധർമ്മം ഒരിക്കലും ഞാൻ ഈ പ്രാർത്ഥന പെട്ടിയെ കൊണ്ടേ കാശിടത്തില്ല. അങ്ങനെയൊന്നും ധർമ്മം ചെയ്യില്ല. എൻ്റെ ധർമ്മം എങ്ങനെയാ വെച്ചാൽ, ഞാൻ നടന്നു പോയോണ്ടിരിക്കുമ്പോൾ